ബഹ്റൈനിലെ അൽഹഫീറ ഏരിയയിൽ ഇന്ന് 2025 ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച രാവിലെ ഒരു ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് 2 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈയൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവത്തിൽ 33-ഉം 37-ഉം വയസ്സുള്ള 2 ആഫ്രിക്കൻ പൗരന്മാരാണ് മരണപ്പെട്ടതെന്നും ട്വീറ്റിൽ പറയുന്നുണ്ട്. ബഹ്റൈനിലേക്ക് വിമാനത്താവളം വഴി അനധികൃതമായി മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2 പ്രവാസി പൗരന്മാർക്ക് ജീവപര്യന്തം ശിക്ഷയും 5000 ദിനാർ ഫൈനും ഡീപ്പോർട്ടേഷനും വിധിച്ചു ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോർട്ട്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി മയക്കുമരുന്ന് കൊണ്ടുവരികയും രണ്ടാമതൊരാൾക്ക് കൈമാറുകയും ചെയ്ത സംഭവം ആന്റി നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയും തുടർന്ന് ഈ കേസ് കോടതിയിൽ എത്തുകയുമായിരുന്നു. ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കുമായി മയക്കുമരുന്ന് വസ്തുക്കൾ കൈവശം വച്ചതിനാണ് പ്രതികൾക്കെതിരെ ഇങ്ങനെയൊരു നടപടിയെടുത്തിരിക്കുന്നത്. ബഹ്റൈനിലെ പള്ളികളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും ഖുറാൻ സെന്ററുകളിലുമുള്ള ടേപ്പുകളിൽ സെൻസർ സൗകര്യം കൊണ്ടുവരണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഏതായാലും കൗൺസിലർമാർ. ജലസംരക്ഷണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിലുള്ളൊരു വലിയ ആശങ്ക ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സദേൺ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാനും മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ ചെയർമാനും ഇങ്ങനെ ഒരു നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പള്ളികളിലൊക്കെ പള്ളി സമയത്ത് തിരക്കിട്ട് വരുന്ന ആളുകൾ സാധാരണ രീതിയിലുള്ള നമ്മുടെ ഇവിടുത്തെ ടേപ്പുകൾ അടയ്ക്കാതെ പോകുന്നതൊക്കെ ജലം ഒരുപാട് പാഴാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ സെൻസറുകളുള്ള ടേപ്പുകളാണെങ്കിൽ ഈ ഒരു പ്രശ്നം വലിയ അളവിൽ ഇല്ലാതാക്കാമെന്നുള്ള കൃത്യമായ ചില പോയിന്റുകളാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജലസംരക്ഷണത്തിൻ്റെ ഒരു ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു നിർദ്ദേശം കൂടുതൽ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയേക്കും. പലസ്തീനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച് ബഹ്റൈൻ. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ഫലസ്തീൻ ആഭ്യന്തരമന്ത്രിയും തമ്മിൽ റിഫ കൊട്ടാരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തുടർന്നും എത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിൻ്റെയും ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളും ഫലസ്തീനുമായുള്ള ബന്ധം കൂടുതൽ സഹകരണത്തിലൂടെ നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്തു. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച.